ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സൂര്യനാരായണൻ എല്ലാ അർത്ഥത്തിലും നല്ല ആരോഗ്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. നടക്കാനും നിൽക്കാനും ഒക്കെ കഴിയും. പക്ഷേ ഇത് ആ വീട്ടിലുള്ള 2 പേർക്ക് മാത്രമേ അറിയുകയുള്ളൂ. മറ്റുള്ള എല്ലാവർക്കും മുൻപിലും മരിക്കാറായ ഒരു പേഷ്യൻ്റാണ് സൂര്യനാരായണൻ. തന്നെ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ജാനകിയോട് പോലും പറയരുതെന്നാണ് സൂര്യ അഭിയോടും അമലിനോടും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മരിക്കാറായി കിടക്കുന്ന സൂര്യയെ കാണാൻ തമ്പി വരുന്നുണ്ട്. തമ്പി വരുന്നത് സ്നേഹാന്വേഷണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. സൂര്യയെ കുത്തി നോവിക്കണം, പരിഹസിക്കണം, ആ കിടപ്പൊക്കെ കണ്ട് ഒന്ന് ആനന്ദിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതിനിടയ്ക്ക് തമ്പി സൂര്യയുടെ കൈ പിടിച്ച് പൾസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. കൈ അങ്ങനെ പിടിക്കുകയും ഒരു മനുഷ്യത്വമില്ലാതെ താഴെയിടുകയും പലതും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്നോ നാളെയോ അതിനിടയ്ക്ക് മരണം സംഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് സൂര്യനാരായണന് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. അവൻ്റെ കരണമടച്ച് ഒന്ന് കൊടുക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എല്ലാം സഹിച്ച് അനങ്ങാതെ കിടക്കുകയാണ് സൂര്യ. തമ്പി പോയതിന് ശേഷം അബിയോട് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇന്ന് രാത്രി തന്നെ അവനെ ഈ തളർന്നു പോയി എന്ന് അവൻ പറഞ്ഞ് പരിഹസിച്ച് കളിയാക്കിയ എൻ്റെ ഈ കൈ കൊണ്ട് തന്നെ എനിക്കവനെ നന്നായിട്ട് അടിക്കണം. എൻ്റെ ഈ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരണമെന്ന് പറയുകയാണ് സൂര്യ. അങ്ങനെ അന്ന് രാത്രി തന്നെ സൂര്യയും മക്കളായ അബിയും അമലും ചേർന്ന് മുഖമൊക്കെ മറച്ചിട്ടുണ്ട് കേട്ടോ. തമ്പിയുടെ ഗേറ്റിൻ്റെ മുൻപിൽ വെച്ച് തന്നെ നന്നായി കൈകാര്യം ചെയ്തു. 3 പേര് നന്നായിട്ട് തന്നെ തമ്പിയെ അടിച്ച് ഒരു പരുവത്തിലാക്കി. അപ്പോൾ അവർ പോകാൻ നേരം സൂര്യ എന്ത് ചെയ്തു? തൻ്റെ മുഖത്തുള്ള തുണി മാറ്റി തമ്പിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാനാടാ സൂര്യനാരായണൻ. സൂര്യയെ കണ്ടതും തമ്പി പിന്നെയും പേടിച്ച് നിലവിളിക്കുകയാണ്. അയ്യോ പ്രേതം പ്രേതം എന്ന് പറഞ്ഞു. ഒരു സെക്കൻഡിൽ തമ്പി അത് സൂര്യയുടെ പ്രേതമാണെന്ന് വിചാരിച്ചു. കാരണം തമ്പിയെ സംബന്ധിച്ച് സൂര്യ മരിക്കാറായി കിടക്കുകയാണല്ലോ. എന്നിട്ട് അപർണയെയും ഉണ്ണിത്താനെയും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആരും അതൊന്നും വിശ്വസിക്കുന്നില്ല. എന്നിട്ടും തമ്പി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഉണ്ണിത്താൻ സൂര്യനാരായണനെ കാണാൻ വന്നു. പക്ഷേ അപ്പോൾ സൂര്യനാരായണൻ എന്താണ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിപ്പിലും എന്ന രീതിയിൽ ഒരേ കിടപ്പാണ്. അബി പറയുന്നുണ്ട്, ഇന്നലെ രാത്രി മുതൽ കണ്ണുവരെ തുറക്കുന്നില്ല. ഉണ്ണിത്താനും അത് കണ്ട് വളരെ സന്തോഷമായി. ഏതായാലും വളരെ അവശതയിൽ തന്നെയാണ് സൂര്യനാരായണൻ. ഉണ്ണിത്താൻ കൈയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടും മനുഷ്യത്വമില്ലാതെ നമ്മുടെ പൊന്നുമോളുടെ മുൻപിൽ വെച്ച് പറയുകയാണ്, ഇന്ന് തന്നെ മരണം സംഭവിക്കും, അതുകൊണ്ട് പറയാനുള്ളവരോടൊക്കെ പറഞ്ഞുകൊള്ളൂ എന്ന്. പൊന്നുവിന് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ഉണ്ണിത്താൻ പോയപ്പോൾ സൂര്യ അബിയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോളെ വേദനിപ്പിച്ചതിന് അവനും ഇരട്ടത്തടി കൊടുക്കണമെന്ന്. പിന്നെ അവിടെ തമ്പി വരുന്നതാണ് കാണിക്കുന്നത്. ഇന്നലെ രാത്രി സൂര്യയും ഗുണ്ടകളും ചേർന്ന് എന്നെ അടിച്ചു എന്ന് പറയുന്നത് കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. അമൽ അപർണയോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛന് വട്ടായി എന്നാണ് തോന്നുന്നത്. അങ്ങനെ തമ്പി പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. ഇതിനിടയ്ക്ക് അമൃത വന്ന് അജയുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആരോട്? ജാനകിയോട്. ഹണി റോസുമായിട്ടുള്ള വഴിവിട്ട ബന്ധത്തെപ്പറ്റിയൊക്കെ അമൃത ജാനകിയോട് പറയുകയാണ്. ജാനകിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഭയങ്കര വിഷമമാകുന്നുണ്ട്. പിന്നെ തമ്പി പോകാൻ നേരം സൂര്യനാരായണനെ കണ്ട് പലതും പറഞ്ഞ് പിന്നെയും വെറുപ്പിക്കുകയാണ്. സഹികെട്ട് സൂര്യ തമ്പിയുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആണ്. ജാനകി അജയിനെ കൊള്ളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് കേട്ട് അജയ് പറയുന്നുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് നേരെ പറയണമെന്ന്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, ഹണി റോസുമായിട്ട് എന്തടുപ്പമാണ് നിനക്കുള്ളത്? അത് കേട്ടപ്പോൾ അജയ് ഞെട്ടിപ്പോവുകയാണ്. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് രാത്രി അബി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇപ്പോൾ നന്നായി എണീറ്റ് നടക്കാനൊക്കെ കഴിയുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് അഭിനയിച്ച് കിടക്കുന്നത്? അപ്പോൾ അച്ഛൻ പറയുകയാണ്, എന്തിനാണെന്നല്ലേ നിനക്കറിയേണ്ടത്? പ്രഭ വന്ന് എല്ലാം പുറത്ത് എൻ്റെ അരികിലേക്ക് വരണം. അങ്ങനെ അവൾ വരികയാണെങ്കിൽ ആ നിമിഷം ഞാനിത് അവസാനിപ്പിക്കുന്നതായിരിക്കും. അതുവരേക്കും എനിക്ക് ഞാൻ തന്നെ വിധിച്ച ശിക്ഷയാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.